ജസ്റ്റ് ഞാൻ വീട്ടിൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലേ മേടിച്ചായിരുന്നു. അപ്പോൾ നമുക്കത് നോക്കാം. നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. കൈ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്യാം. നമുക്കിത് തുറക്കണ മുമ്പേ ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തട്ടെ. ഇന്നത്തെ ക്യാമറമാൻ അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ്. അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി മുതൽ വീഡിയോ ഇടും. അങ്ങനെ രണ്ടുപേരുമായിട്ടും പിന്നെ എൻ്റെ കസിൻ വരും. അവളിപ്പോൾ വീട്ടിൽ പോയിരിക്കണം. അതുകൊണ്ട് അവൾ വരും. നമുക്ക് ഇത് തുറക്കാം. ഞാൻ ഇന്നലെ മേടിച്ച സാധനമാണ്. അതിന് ഇത് കുറേ ക്ലേസ് ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം 100 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ആദ്യം നമുക്ക് മോൾഡ്സ് ആണ്. മോൾഡ് അപ്പോൾ ഇതിൽ എന്തൊക്കെ മോൾഡെന്ന് വെച്ചാൽ താറാവുണ്ട്, ഡോഗിൻ്റെ മോൾഡുണ്ട്, ഡോഗ് കുട്ടിയാണെന്ന് തോന്നുന്നു, പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്, മീനുണ്ട്. അപ്പം പിന്നെ ഇതിനകത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ ക്ലേസ് ഉണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 100 രൂപയാണ്. ഇപ്പോൾ ഇതിനകത്തെ ക്ലേസ് ഒക്കെ പരിചയപ്പെടുത്താം. ഞാൻ പരിചയപ്പെടുത്താം. ഫസ്റ്റ് ക്ലേ എന്ന് പറയുന്നത് യെല്ലോ ക്ലേ ആണ്. ഇത് നല്ല ഒരു കളറാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് കളർ എന്ന് വെച്ചാൽ ബ്ലൂ തന്നെയാണ്. നല്ല ഒരു കളറാണ്. ബ്ലൂ 2 എണ്ണം വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്. പിന്നെ യെല്ലോ. പിന്നെ വരുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ഉണ്ട്. പിന്നെ അത് നല്ലൊരു ഷെയ്ഡായിട്ടാണ്. ഇത് നല്ലപോലെ ക്ലേസ് ഉണ്ട്. പിന്നെ വരുന്നത് ബ്രൗൺ കളറിലെ ക്ലേ ആണ്. പിന്നെ വരുന്നത് പിങ്ക്, ലൈറ്റ് പിങ്കാണ് വരുന്നത്. പിന്നെ കുറച്ച് ക്ലേ ആയിട്ടുള്ള ആകെപ്പാടുള്ളത് റെഡാണ്. ഈ സാധനം നമുക്ക് അത് കുറച്ച് ക്ലേയേ ഉള്ളൂ. ഇതും വേറെ ഏതൊരു കളറും കുറച്ചല്ലേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. ഇനി സെക്കൻഡ് ആയിട്ടുള്ള ഇത് ഇനിയുള്ളത് പർപ്പിളാണ്. പിന്നെ അത് കഴിഞ്ഞുള്ളത് ഗ്രീൻ. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഓറഞ്ച്. ഇതും കുറച്ചേ കണ്ടാലേ മനസ്സിലായി. ഇതും കുറച്ചേ ഉള്ളൂ ഗൈസ്. ഇതെന്തോ പിച്ചിപ്പറക്കി വെച്ചതുണ്ട്. ഇതിനകത്ത് കാണാൻ കറക്റ്റ് ഓറഞ്ച്, പക്ഷേ നേരിട്ടാണ് വേറൊരു ഓറഞ്ച്. ഗൈസ് ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് ലാഭമാണെന്ന് ചോദിച്ചാൽ ലാഭമാണ്, ലാഭമല്ലേന്ന് ചോദിച്ചാൽ ലാഭമല്ല. ഇതിനകത്ത് എത്ര ക്ലേസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടെൻ ക്ലേസ് ആണ് ടോട്ടൽ നമുക്ക് വരുന്നത്. പിന്നെ മോൾഡ് കൂടെ വരുന്ന കാര്യങ്ങൾ നമുക്കിത് കുറേ ഷെയ്ഡ്സിൽ ഉണ്ടാക്കാനായിട്ട് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ക്രിസ്മസ് ട്രീയുടെ ഷെയ്ഡാണ് വരുന്നത്. എന്ന് പറയുന്നത് ഡക്കിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ക്രിസ്മസ് ട്രീ നമ്മൾ കാണിച്ചു. ഇനി തേർഡ് വരുന്നത് ഒരു ഡോഗിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഫോർത്ത് ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഫിഷിൻ ഷെയ്ഡ്. ടോട്ടൽ 4 ഷെയ്ഡ്സ് ആണുള്ളത്. 10 ക്ലേസ് മോൾഡാണ്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും നല്ല കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടും. ഇതാകുമ്പോൾ ജസ്റ്റ് കുട്ടികൾ വീട്ടിൽ ഇരുന്നാണെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 100 രൂപയ്ക്ക് ഇത് ലാഭമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങിച്ച് നോക്കണം. പിന്നെ വേറെ 100 രൂപ. ഇതിൻ്റെ പേര് കാണിച്ചിരിക്കുന്നത് നല്ല രസം. ഇതിൻ്റെ പെട്ടിയാട്ടോ ഇത്. ഇതൊക്കെ പിള്ളേരുണ്ടാക്കുന്നതാണിത്. ഈ ഡോഗ്, ഇവിടെ കിടക്കുന്ന ഈ ഡോഗില്ലേ, ഈ ഡോഗിൻ്റെ മോൾഡാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയുണ്ട്. അപ്പം നമുക്കിതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഇതൊന്ന് പൊട്ടിക്കാം ഗൈസ്. അപ്പോൾ ഇതാ നമ്മളിനി അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത്രയും ക്ലേസ് ആണ് ടോട്ടൽ ഉള്ളത്. പക്ഷേ ഇത് ഇത്രയും ഞാൻ പൊട്ടിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഓൺലി 2. ഇപ്പോൾ മിക്സ് ചെയ്ത് ഒരെണ്ണം ഗ്രീനുമാണ്, ഒരെണ്ണം ഇതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വൈറ്റ് ആണ്, അവിടെ എടുത്തിരിക്കുന്ന ഗ്രീനുമാണ്. ഞാൻ വൈറ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം. ക്രിസ്മസ് ചൊല്ലി പൊട്ടിക്കാം. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ എന്തൊരു മുട്ട പോലീസായിട്ട് പൊട്ടിക്കാൻ പറ്റാത്ത പോലെ. കുഴപ്പമില്ല ഗൈസ്. എന്തൊരു മുട്ട പൊട്ടിച്ച് നോക്കിയേ. മുട്ട പൊട്ടിക്കാൻ പറ്റാത്ത പോലെയുണ്ട്. ഇച്ചിരി കട്ടിയുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. വന്ന് പിടിച്ച് പക്ഷെ പിടിച്ച് വരുമ്പോ അയ്യോ ഗൈസ് ഒന്ന് നോക്കട്ടെ. പക്ഷേ ഇത് നല്ലതാണ് ഗൈസ്. കുറച്ച് ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ കട്ടിയാകുമ്പോൾ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഇങ്ങനെ കട്ടിയാകുമ്പോൾ പിന്നെ പിടിച്ച് മാറിക്കോളും. ആദ്യം ഒരു ഷെയ്ഡ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിൽ ഞാൻ സെലക്ട് ചെയ്യാം.
ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ പച്ചയല്ലേ അത് നിന്റെയിലുണ്ടാക്കാം. നിന്റെയിലുണ്ടാക്കാം ക്രിസ്മസ് ട്രീ. എന്നാൽ നമുക്ക് ക്രിസ്മസ് ട്രീ വേണ്ട, ഡക്ക് സാധാരണ ഉണ്ടാവുമല്ലോ. എന്നാൽ നമുക്ക് ഡക്ക് ഉണ്ടാക്കാം. ഡക്കിൻ്റെ പരത്തുന്ന സാധനം കിട്ടിയില്ല എനിക്ക്. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇത് കറക്റ്റ് ആക്കാൻ വേണ്ടി ഒരു സാധനം തരുന്നതാണ്. പക്ഷേ അത് ഈ ക്ലേക്കകത്ത് ഇല്ല. എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് എൻ്റെ ക്ലേ സെലക്ഷൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ സാധാരണ അവിടെ കാണേണ്ടതാണ്. അത് കുഴപ്പമില്ല. ഇപ്പം നമുക്കിനി ഡക്ക് നോക്കാം. ഡക്കിനൊന്ന് മാവ് കുഴച്ച് വെച്ചിട്ട് പാളിപ്പോയി, വെള്ളം കൂടിയിട്ട് പാളിപ്പോയ പോലെ ഉണ്ട്. നമുക്കെന്തായാലും നോക്കാം. ജസ്റ്റ് ട്രൈ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച്. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നല്ല പോലെ ഒന്ന് കറക്റ്റ് ആക്കി എടുക്കും. എനിക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? എനിക്കറിയാം. ഇനി ഇങ്ങനെ ആദ്യം കാണുന്നുണ്ടെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇനി നമുക്ക് ഇത് പയ്യെ ഒന്ന് ക്ലേ മാറ്റിയെടുക്കാം. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പലതരം ഷെയ്ഡ്സ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡക്കിൻ്റെ ഷേപ്പ് വെച്ച് ഉണ്ടാക്കിയതാണ്. കണ്ണൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് കളയാം. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ട്രൈ കൂടി ചെയ്യാം. നമുക്ക് ഒരു ഡോഗ് ആക്കാം. ഡോഗ് നീ അപ്പോൾ ഇവിടെ ഫിഷും ക്രിസ്മസ് ട്രീ. നമുക്ക് ഡോഗ് ഒന്ന് ട്രൈ ചെയ്യാം. മാവ് കുറയ്ക്കണ പോലെ നോക്കാം. അതിന് മാവ് കുറച്ചിട്ടില്ല. എനിക്കിതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് മോൾഡാന്നിട്ട് നമുക്ക് നോക്കാം. ഇതിങ്ങനെ നമുക്ക് എടുക്കാം. അത് കളയണമെന്നില്ല, ഇങ്ങനെ എടുക്കാം. ക്യൂട്ടായിട്ടുണ്ട്. നോക്ക് സംഭവം ക്യൂട്ടാട്ടോ. ഇങ്ങോട്ട് വരി. ഇപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് എൻ്റെ കാണിക്കാം. എന്തിനാണ് ഞാൻ എടുത്തത്? പൗസാക്കാൻ മറന്നു. ഇനി എന്താ പൊട്ടിക്കാൻ ഇഷ്ടമുള്ള കളർ എടുത്തോ. ഇഷ്ടമുള്ള കളർ നമ്മൾ കണ്ണടച്ചാണ് എടുക്കാം. എന്ത് കളർ എടുക്കാമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും നീ മറിയം എന്തായാലും വൈറ്റ് എടുത്തിട്ടുണ്ട്. ആ വൈറ്റ് നമുക്ക് മാറ്റില്ല, കാരണം അവൾ പൊട്ടിച്ചതല്ലേ. അതുകൊണ്ട് നമുക്ക് അത് മാറ്റില്ല. ഇനി ഞാൻ കണ്ണടച്ച് ഒരെണ്ണം എടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുവാണ്. കണ്ണടച്ചുകൊണ്ട് തന്നെ മിക്സ് ആക്കുവാണ്. മിക്സ് ആക്കിയോ? ഒന്ന് മിക്സ് ആക്കിയോ? ഓക്കെ ഡേ. അപ്പോൾ നമ്മൾ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞയല്ല ഗൈസ്, പച്ച തന്നെ മതി. കാരണം ക്രിസ്മസ് ട്രീക്ക് പച്ച. ഞാൻ മഞ്ഞ പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ പച്ച പൊട്ടിക്കാം. വെറുതെ ഞങ്ങളൊന്ന് കളിയാക്കിയതാണ്. ഇത് പൊട്ടിക്കും. അപ്പോൾ ഇനി നമുക്ക് പച്ച പൊട്ടിക്കാം. ഞാൻ വെറുതെ കള്ളം കളിക്കാൻ പറഞ്ഞാൽ, പക്ഷെ പച്ച പൊട്ടിച്ചാൽ മതി. കാരണം ക്രിസ്മസ് ട്രീ. ഓക്കെ പൊട്ടിച്ചോ. അപ്പോൾ നമുക്കിനി ആദ്യം ഒരു മോൾഡ് എടുക്കും. രണ്ട് മോൾഡ് ഫിഷും ക്രിസ്മസ് ട്രീ ഞാനിതിലാണ് ചെയ്തു. ബാക്കി ക്ലേസ് ഒക്കെ ഇതിനകത്ത് നമുക്ക് ഇട്ടേക്കാം കേട്ടോ. വേണ്ട അതെടുക്കും. വൈറ്റ് എടുക്കും. ക്ലീനാക്കി. ഇനി നമുക്കിതാ എൻ്റെത് പൊട്ടിക്കാം. അൺബോക്സ് ചെയ്യാം. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ശരിയാക്കി നോക്കാം. എവിടെന്നാ പൊട്ടി? എൻ്റെ പൊട്ടിച്ചത് ഇച്ചിരി പാളിപ്പോയി ഗൈസ്. പൊട്ടി വന്നു കറക്റ്റായിട്ട് പൊട്ടി. എനിക്കെന്ത് തരണേ? ഇനി നമുക്കിതാ കറക്റ്റ് മിഠായി പൊട്ടിച്ചാൽ അങ്ങനെ ഇരിക്കുക, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നല്ല രസമുണ്ട്. ഒന്നെടുത്ത് ബോൾഡ് എഗ് പോലെയാണെന്ന് നമുക്കിതാ ഒന്ന് ഇച്ചിരിയൊക്കെ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കണം. എന്നാലും കുഴപ്പമില്ല.
കൈയൊക്കെ ഒന്ന് തുടക്കട്ടെ. ഇനി ഇതിനകത്ത് ഇനിയും കൂടെ ഇനി അഴുക്ക് പറ്റാൻ ബോയിൽഡ് കാണാം. കറക്റ്റ് ഇച്ചിരി ഒരു ഇതുണ്ട്, തന്നെ ഇച്ചിരി കുറച്ച് മഴവേ ഉള്ളൂ. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ, വൈറ്റിനെ കാട്ടി കുഴപ്പമില്ല. വെള്ളം കുറച്ചും കൂടെ ബാക്കിയുള്ളത് ഓരോരോ സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ വൈറ്റ് എന്തോ കട്ടിയാണെന്ന് കട്ടായതായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നമുക്കിതാ ഇനി ഇത് ഏത് മോൾഡാ ചെയ്യണേ? ആദ്യം ചെയ്യാൻ പോണത് നമ്മൾ ഫിഷ് മോൾഡ്. അപ്പോൾ നമുക്കതാ ഇനി റൗണ്ട് ഷേപ്പ് ആക്കാം. പക്ഷേ നമ്മൾ നേരത്തെ അത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇച്ചിരി കുഴപ്പമില്ല, എന്നാലും ചെയ്യാൻ പറ്റുന്ന രീതി. ഫസ്റ്റ് അവളും ചെയ്യണത് ഈ ഫിഷ് മോൾഡാട്ടോ. ഇങ്ങനെയൊന്നും ഞാൻ എടുത്ത് കാണിച്ചില്ലായിരുന്നു, സോറി. ഈ മോൾഡാണ്. ആ സമയത്ത് നമുക്കതാ ഈ ക്ലേ ഒന്ന് ശരിയാക്കി എടുക്കണം. ക്രിസ്മസ് ട്രീ. അപ്പോൾ നമുക്കിതാ ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പോവാണേ. ഫസ്റ്റ് ഏത് മോൾഡാണ്? ഫസ്റ്റ് ഫിഷ് മോൾഡാണ്. ഓക്കെ. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം. കുറച്ച് പാടുണ്ട്, എന്നാലും നമ്മൾ ചെയ്യും. പട്ടണത്തിലെ കൊട്ടകയിൽ സിനിമ കാട്ടിത്തരാം, ഒത്തിരി പലഹാരം നമ്മളെ കൊണ്ടുവന്ന് തരാം, നമ്മളുടെ സ്നേഹം കാട്ടിത്തരാം, നമ്മളുടെ ജീവൻ തന്നെ തരാം, മധുര ലഡുവിൽ കാണും മുന്തിരി പോലെ. ഗൈസ് ജസ്റ്റ് ഫോർ ഫൺ ആട്ടോ ഞാൻ പാടിയത്. ഇവളുടെ പാട്ട് കേട്ടാൽ തലകറങ്ങി വീഴും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ആ സീൻ വരുമ്പോൾ കട്ട് ചെയ്ത് പൊക്കോണം, അല്ലെങ്കിൽ കുറച്ച് 10 മിനിറ്റ്. പട്ടണത്തിൽ കൊട്ടകയിൽ സിനിമ കാട്ടിത്തരാ, ഒത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്ന് ഫിഷിൻ്റെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് എടുത്താൽ മതി, അത് തന്നെ വരും. പ്രസ് ചെയ്തിട്ട് എടുത്ത് നോക്കിയേനി. നമ്മളിതാ ഫിഷ് മോൾഡ് കാണി, നമ്മളിതാ എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പോയി. ഇത് മാറ്റാം, നമുക്കിനി മാറ്റാം, കറക്റ്റ് ആക്കാം. ഇവിടെ ഫിഷ് നമ്മൾ കറക്റ്റായിട്ട് ഫിഷിൻ്റേത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി മറ്റേ ബ്രൗൺ ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് മീനാവും. ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ചെതലൊക്കെ വരയ്ക്കാം. ഇനി ഇത് ഞാൻ അമ്മക്കട്ടെ. അങ്ങനെ നമ്മളിതാ അമ്മക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കണം. ക്രിസ്മസ് ട്രീ വേഗം ഉണ്ടാക്കുക, വേഗം ഉണ്ടാക്കുക. ബെഡ്റൂമിൽ ഫാൻ ഓഫ് ആക്കാനാണ് ചെയ്യരുത്. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ മോൾഡാണ്. ഞാൻ വെക്കട്ടെ. കാണാം ആരൊന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് നോക്കാം. ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീൻ്റെ. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടായിരുന്നു പപ്പേനെ. നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ വന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഉമ്മീനെ കൊണ്ട് കാണിക്കാം. അല്ലേ വേണ്ടല്ലേ, നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും നമുക്കിത് ആയിട്ട് വെക്കാം. അയ്യോ ഇത് കാണുന്നു. ഇപ്പം വീണേ ഞാൻ അടുത്ത വെച്ചേ അവിടെ. അവിടെ മാങ്ങ പോകും ഗൈസ്, മാങ്ങ പറക്കണ ഞാൻ സീന് ഗൈസ്. ഞാൻ കാണിക്കുന്നില്ല, എൻ്റെ ഉമ്മി ഗൈസ് അവിടെ നിൽക്കുവാണ്. ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ടു ആണോ? നല്ല വോർത്ത വീഡിയോ എൻ്റെ പേരാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ള. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.